ലോകത്തിൽ തന്നെ ആദ്യത്തെ ഒരു CNG ബൈക്ക് അത് ഇന്ത്യൻ ബ്രാൻഡായ ബജാജിൽ നിന്നാകുമ്പോൾ നമുക്ക് ഏവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ ബജാജിൽ നിന്ന് നമുക്ക് പുതിയ വണ്ടി ലോഞ്ച് ആയിരിക്കുകയാണ്. അതായത് പേര് വന്നിട്ട് ഫ്രീഡം 125 NG04 എന്നാണ് അറിയപ്പെടുന്നത്. ബജാജിൽ നിന്നുള്ള ആദ്യത്തെ CNG ബൈക്കാണ്. അപ്പോൾ ഈ വണ്ടി വരുന്നത് 3 വേരിയൻസിലാണ്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വരുന്നത്. അപ്പോൾ സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെഗ്മെൻറ്റിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോക്കകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എല്ലാ സ്പെക്കും അതിൻ്റെ മോട്ടർ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് നോക്കാം. ആദ്യം സമയം കളയാൻ നമുക്ക് ഇതിൻ്റെ വീഡിയോയിട്ട് പോകാം. ആ വീഡിയോ പോകുന്ന മുന്നേയായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. എനിക്കറിയാവുന്ന ആൻസേഴ്സ് ആണ് വെച്ചാൽ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അങ്ങനെ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ബജാജിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് CNG എന്നുള്ള വെഹിക്കിൾ ലോഞ്ച് ആയിരിക്കുകയാണ്. അതായത് ഏതൊരു ഇന്ത്യക്കാരൻ അഭിമാനിക്കാവുന്ന നിമിഷം തന്നെ പറയാം. കാരണം വേറൊരു എന്താ പറയുക രാജ്യത്ത് പോലും ഇങ്ങനത്തെ CNG സെഗ്മെൻറ്റിൽ വേറെ ബൈക്കുകളില്ല. അപ്പോൾ ആ സമയത്താണ് ബജാജ് അങ്ങനെ വണ്ടി ഇറക്കിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണലി സന്തോഷം ഉണ്ടാകുന്ന കേസാണ്. കാരണം എൻ്റെ ആദ്യത്തെ വണ്ടി ബജാജിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് CNG വെഹിക്കിൾ വരിക എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ പേഴ്സണലി ഒരു വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കേസാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ആക്ച്വലി അതിൻ്റെ ലുക്ക് വൈസ് വരുന്നത് വളരെ കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിൽ വെഹിക്കിൾ തന്നെ വരുന്നത്. പക്ഷേ വേറെ കാര്യമുള്ളത് നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സീറ്റാണ് വണ്ടികൾ വന്നിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിൽ വേറെ ബൈക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും വലിപ്പം കൂടിയതും അഥവാ ഏറ്റവും വീതി കൂടിയ സീറ്റ് ഈ ബജാജിൻ്റെ ഈ പുതിയ വണ്ടിക്ക് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ലോഞ്ച് ഇവൻറ്റിൽ വന്നൊരു CEO പറഞ്ഞു, അതായത് ബജാജിൻ്റെ CEO ഓൾറെഡി പറഞ്ഞു നമുക്കിതിൽ 4 പേർക്ക് യാത്ര ചെയ്യാം. പക്ഷേ പുള്ളി ഒരു കാര്യം പറഞ്ഞു, അത് ഇല്ലീഗലാണ്. പക്ഷേ നമുക്ക് ഇന്ത്യൻ സിറ്റുവേഷൻസ് നമുക്കറിയാം. അപ്പോൾ ഒരു ഫാമിലിക്കൊക്കെ യാത്രയാണെങ്കിൽ ഏറ്റവും ആപ്റ്റാണ്. അതായത് അച്ഛനും അമ്മയും ഒരു കുട്ടിയും യാത്ര ചെയ്യുകയാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലുള്ള വെച്ച് ഏറ്റവും ബിഗ്ഗസ്റ്റ് സീറ്റാണ് ഈ വണ്ടിക്കകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഫ്രഷ് ഡിസൈനാണ്, വളരെ നല്ല ഭംഗിയായിട്ട് കാണാൻ. എന്തായാലും വേറെ വണ്ടിയുടെ കോപ്പി അടിച്ചാൽ തോന്നുന്നില്ല, ഒരു കംപ്ലീറ്റ്ലി ഫ്രഷ് ഡിസൈനിലാണ് വണ്ടി വരുന്നത്. നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ റൗണ്ട് ഹെഡ്ലൈറ്റ്സാണ് വരുന്നത്. അത് വന്നിട്ട് LED ആണ്. അത് മാത്രമല്ല വേറെ വ്യത്യാസമുള്ളത് ഹൊറിസോണ്ടൽ ലേഔട്ടിലാണ് എഞ്ചിൻ വരുന്നത്. നമ്മൾ സാധാരണ വെർട്ടിക്കൽ ലേഔട്ടിലാണ് എല്ലാം കണ്ടിട്ടുള്ളത്. ഹൊറിസോണ്ടൽ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എന്നാൽ പോലും ഈ വണ്ടിക്കകത്ത് ഹൊറിസോണ്ടൽ ലേഔട്ടിലാണ് അതിൻ്റെ എഞ്ചിൻ വന്നിരിക്കുന്നത്. നമ്മൾ അടുത്ത ഇൻസ്ട്രുമെൻഷൻ ക്ലാസ് നോക്കുകയാണെങ്കിൽ ഫുള്ളി ഡിജിറ്റലാണ്. അപ്പോൾ അനലോഗ് ഒന്നും വന്നിട്ടില്ല, കംപ്ലീറ്റ്ലി ഡിജിറ്റൽ സെറ്റപ്പിലാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ വന്നിരിക്കുന്നത്. അടുത്ത വണ്ടി സസ്പെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഡ്യുവൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. നേരെ മറിച്ച് ബാക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് ലിങ്ക്ഡ് മോണോഷോക്ക് സസ്പെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സസ്പെൻഷൻ ബാക്കിൽ വരുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു പുതിയ ഡിസൈനിലാണ് വണ്ടി വരുന്നത്. അടുത്ത നമ്മുടെ സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിക്കകത്ത് ഉപയോഗിച്ചിരുന്നത് 2 ലിറ്ററിൻ്റെ ഒരു പെട്രോൾ ടാങ്കാണ് വരുന്നത്. അതിന് കൂടെ തന്നെ 2 ലിറ്ററിൻ്റെ CNG ടാങ്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റേഞ്ച് കമ്പനി പറയുന്നത് 334 കിലോമീറ്ററാണ് IDC റേഞ്ച് പറയുന്നത്. അതിൽ 65 കിലോമീറ്റർ പെട്രോളും 102 കിലോമീറ്റർ നമുക്ക് CNGയിലും കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ 4 ലിറ്ററാണ്. അപ്പോൾ 2 ലിറ്ററിൻ്റെ പെട്രോളും 2 കിലോമീറ്റർ CNGയും കൂട്ടുമ്പോൾ 334 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. അടുത്ത നമ്മൾ പവർ ഔട്ട്പുട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ 125 cc ആണ് എഞ്ചിൻ കപ്പാസിറ്റി വരുന്നത്. നമുക്ക് 9.5 PS പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 9.7 ന്യൂട്ടൺ മീറ്റർ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 5 സ്പീഡിൻ്റെ ഗിയർ ബോക്സ് ആണ് വന്നിട്ടുള്ളത്. മാനുവൽ ഗിയർ ബോക്സ് 5 സ്പീഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേറെ കാര്യമുള്ളത് ഒരു ടോഗിൾ സ്വിച്ച് തന്നിട്ടുണ്ട്. നമുക്കിപ്പം പെട്രോളിൽ നിന്ന് CNGയിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ഒരു ടോഗിൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി വളരെ നല്ല കാര്യമാണ്. അടുത്ത നമ്മൾ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ആകാംക്ഷ ഉണ്ടാകുന്ന സെഗ്മെൻറ്റാണ് സേഫ്റ്റി. കാരണം വേറെ ഒന്നുമില്ല, നമ്മളൊരു സീറ്റിനിടയിൽ പെട്രോൾ ടാങ്കോ അല്ലെങ്കിൽ ഒരു ഫ്യൂൽ ടാങ്ക് കൊണ്ട് കടക്കുമ്പോൾ CNG പോലത്തെ ഗ്യാസ് ആകുമ്പോൾ വണ്ടി എക്സ്പ്ലോഡ് ആവുമോ, എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുന്ന സമയത്ത് എക്സ്പ്ലോഡ് ആവുമോ എന്നുള്ള എല്ലാ ആൾക്കാർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ആങ്സൈറ്റി ഉണ്ടാകുന്ന കേസ് അത് തന്നെയാണ്. പക്ഷേ അതിലൊരു ബജാജിന് സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, അവർ 11 ടെസ്റ്റ്, അതായത് 11 സേഫ്റ്റി ടെസ്റ്റുകൾ പാസ്സായിട്ടാണ് വണ്ടി ഇറക്കുന്നത്. അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഈ 11 ടെസ്റ്റുകൾ. അപ്പം വളരെ എന്താ പറയുക, സേഫ്റ്റിയുടെ കേസിൽ അവർ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം അത് കണ്ടാൽ മനസ്സിലാവും ഇത്രയും ടെസ്റ്റുകൾ എനിക്കൊന്ന് വേറൊരു വണ്ടി ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക, അത്രയും ടെസ്റ്റിലൊക്കെ പാസ്സായിട്ടാണ് വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ വണ്ടി നമുക്ക് സേഫ് എന്ന് പറയാം. പക്ഷേ എന്നാൽ പോലും വണ്ടി ഇറങ്ങിയാലേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാൽ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇത്രയും ടെസ്റ്റുകൾ പാസ്സാകുകയാണെന്ന് വെച്ചാൽ വണ്ടി സേഫ് ആയിരിക്കും. വണ്ടി ഒരു ലോറി കയറ്റി ഇറക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വണ്ടിക്ക് സിലിണ്ടറിന് ഒരു കംപ്ലയിൻറ്റും കാണിക്കുന്നില്ല. അപ്പോൾ എന്തായാലും 11 ടെസ്റ്റുകൾ പാസ്സായിട്ടാണ് വണ്ടി എന്തായാലും ഇറങ്ങുന്നത്. അടുത്ത നമുക്ക് വേരിയൻസും അതുപോലെ പ്രൈസിങ് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞ പോലെ വണ്ടി വരുന്നത് 3 വേരിയൻസിലാണ്. ആദ്യത്തെ വന്നിട്ട് ഫ്രീഡം 125 NG04 ഡിസ്ക് LED, രണ്ടാമത് ഫ്രീഡം 125 NG04 ഡ്രം LED, മൂന്നാമത് ഫ്രീഡം 125 NG04 ഡ്രം ഹാലോജൻ. അങ്ങനെ 3 ഓപ്ഷൻസിലാണ് വണ്ടി വരുന്നത്. നമ്മൾ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ക് LED വില വരുന്നത് 1,10,000 രൂപയാണ് എക്സ്ഷോറൂം വില വരുന്നത്. അതുപോലെ ഡ്രം LED ആകുമ്പോൾ 1,05,000 രൂപയും, അതുപോലെ ഡ്രം ഹാലോജൻ ആകുമ്പോൾ അതായത് ബേസ് വേരിയൻ്റ് ആകുമ്പോൾ വളരെ അട്രാക്റ്റീവ് പ്രൈസായ 95,000 രൂപയ്ക്കാണ് വണ്ടി വരുന്നത്. അടുത്ത നമ്മൾ ഡെലിവറീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ വന്നിട്ട് ഒരു ഘട്ടമായിട്ടാണ് വണ്ടി ലോഞ്ച് ചെയ്യുന്നത് വ്യക്തമാണ്. കാരണം വേറെ ഒന്നല്ല, ആദ്യം ഇനീഷ്യലി നമുക്ക് മഹാരാഷ്ട്രയും ഗുജറാത്തിലും മാത്രമേ വണ്ടി കിട്ടുള്ളൂ. കേരളത്തിലേക്ക് ഉടനെ ഒന്നും വണ്ടി വരത്തില്ല. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയത് ജനുവരി 2025 കേരളത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രീ ബുക്കിംഗ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി പ്രീ ബുക്ക് ചെയ്യാം. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ്സ് എന്ന് കിട്ടുമെന്നുള്ള കാര്യമൊന്നും കൺഫർമേഷൻ വന്നിട്ടില്ല. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന പറയാൻ വീഡിയോ ചെയ്യാവേ.
അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്ന കഴിക്കുന്നു. ഒരു ക്വിക്ക് അപ്ഡേറ്റ് തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് വെച്ച് ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യേ. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം വേറെ നല്ല കുറേ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. EV സെഗ്മെൻറ്റ് അതുപോലെ ബൈക്ക് സെഗ്മെൻറ്റ് പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആദ്യമേ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.